ഹലോ, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ട്സ് 4th സെമസ്റ്ററിലെ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിങ് കമ്പനിയിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനുള്ളത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് ബാങ്കിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഷെഡ്യൂൾ അനുസരിച്ച് വെർട്ടിക്കൽ ഫോമിലാണ് P&L ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ഫോം എയിലാണ് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ ഫോം ബി ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഫോം എ എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 1 to 12 കാണിക്കുന്നുണ്ട്. അതുപോലെ P&L അക്കൗണ്ട് ഫോം ബിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഷെഡ്യൂൾ 13 to 16 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ് പരിചയപ്പെടുന്നത്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഫോം ബി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോം ബിയിലാണ് ബാങ്കിങ് കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. താഴെ നോക്കിയ ഫോം ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31st March എന്ന് ഹെഡിങ് കൊടുത്തു. 4 കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾ നമ്പർ, കറന്റ് ഇയർ, പ്രീവിയസ് ഇയർ അല്ലെ. ഇവിടെ പർട്ടിക്കുലർ കോളം. ഓക്കെ ആണല്ലോ. ഇനി പ്രീവിയസ് ഇയറിൽ കാര്യമായിട്ടൊന്നും ഫില്ല് ചെയ്യാനുണ്ടാവില്ല. കറന്റ് ഇയറും ഷെഡ്യൂൾ നമ്പറും കറക്റ്റ് ആയിട്ട് എഴുതി പോകണം. ഷെഡ്യൂൾ നമ്പർ തെറ്റാതെ ഇരിക്കണം കേട്ടോ. ഇനി ഇതിൽ മെയിൻ ആയിട്ട്, അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് 4 ഹെഡാണ് വരുന്നത്. ഫസ്റ്റ് ഹെഡ് ഇൻകം, സെക്കൻഡ് എക്സ്പെൻഡിച്ചർ, തേർഡ് നോക്കിയേ പ്രോഫിറ്റ് ഓർ ലോസ്, ഫോർത്ത് ഹെഡ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ 4 ഹെഡും ടോട്ടലും ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കിയാൽ കാണാം, എല്ലാ ഹെഡും ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ചെയ്യണം. ഇനി ഈ ഫസ്റ്റ് ഹെഡായിട്ടുള്ള ഇൻകത്തിൽ 2 ഷെഡ്യൂൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂളാണ് ഇൻട്രസ്റ്റ് ഏൺഡും, സെക്കൻഡ് ഷെഡ്യൂൾ അതർ ഇൻകം. നമ്മൾ ഓൾറെഡി കണ്ടു. P&L അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഷെഡ്യൂൾ നമ്പർ എന്ന് പറയുന്നത് 13 ആണ് അല്ലെ. 13 മുതൽ 16 വരെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഷെഡ്യൂൾസ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻകം എന്ന് പറയുന്ന ഹെഡ് എഴുതി. അതിന്റെ താഴെ 2 ഷെഡ്യൂൾ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഏൺഡും അതർ ഇൻകം. ഇതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. അല്ല എങ്കിൽ നമ്മൾ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് ഇതുപോലെ തന്നെ നമ്മളുടെ ആൻസർ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ ബുക്കിലേക്കോ കോപ്പി ചെയ്യണം. അങ്ങനെ എഴുതി നമ്മൾ പഠിച്ചോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഒന്ന് തറോ ആവണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻകത്തിൽ വരുന്ന 2 ഹെഡുകൾ, അതായത് 2 ഷെഡ്യൂൾസുകൾ ഇൻട്രസ്റ്റ് ഏൺഡും അതർ ഇൻകവും ആണ്. ഇനി ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഏൺഡ് അതിലെന്താണ് മെയിൻ ആയിട്ട് വരുന്നത്? ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ബാങ്ക് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഇൻകംസും എന്തിൽ വരണം? ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ വരണം. ഇപ്പൊ RBIയിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിലാണ് വരേണ്ടത്. അതുപോലെ ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസസ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺഡിൽ കാണിക്കണം. അതുപോലെ ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺഡിൽ കാണിക്കണം. ഇൻട്രസ്റ്റ് ആയിട്ടോ ഇൻകം ആയിട്ടൊക്കെ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം വരുന്നത് ഏത് ഷെഡ്യൂളിലാണ്? ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിലാണ്. ഷെഡ്യൂൾ നമ്പർ 13 ഓർത്തിരിക്കുക. ദെൻ സെക്കൻഡ് അതർ ഇൻകം ആണ്. ബാങ്കിന് വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കമ്മീഷൻ, ബ്രോക്കറേജ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, പ്രോഫിറ്റ് ഓൺ ലാൻഡ്, അങ്ങനെയൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഏത് ഷെഡ്യൂളിൽ വരണം? അതർ ഇൻകം എന്ന് പറയുന്ന ഷെഡ്യൂളിൽ വരണം. അപ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല അവിടെ വരുന്നത്, ലോസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പരിചയപ്പെടുത്തിയതിന് ശേഷം ഓരോ ഷെഡ്യൂളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? അതായത് ഓരോ ഷെഡ്യൂളിലും ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇനി ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഒരു ഷെഡ്യൂള്, അതായത് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓരോ ഷെഡ്യൂളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വർക്കിംഗ് നോട്ട് പോലെ ഷെഡ്യൂൾസ് വരയ്ക്കണം. അതിൽ വരുന്ന ഐറ്റംസ് എഴുതണം. അതിന്റെ ടോട്ടലാണ് നമ്മൾ ഈ ഒരു P&L അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ചിട്ട് അതിൽ ഫില്ല് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അതായത് ഇൻട്രസ്റ്റ് ഏൺഡിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ആ ഐറ്റംസ് നമ്മൾ ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ വരയ്ക്കുന്നു. ആ ഷെഡ്യൂളിലേക്ക് എടുത്ത് എഴുതുന്നു. എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുക്കും. ആ ടോട്ടൽ ജസ്റ്റ് ഇവിടേക്ക് എഴുതും. ക്ലിയർ? ഇനി അതർ ഇൻകം എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ അതർ ഇൻകത്തിന്റെ വർക്കിംഗ് നോട്ട് പോലെ ഷെഡ്യൂൾ വരയ്ക്കുക. ഷെഡ്യൂൾ വരയ്ക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ തന്നെ കോളം പ്രൊവൈഡ് ചെയ്തിട്ട് വരയ്ക്കുന്നു. അതിൽ വരുന്ന ഐറ്റംസ് എടുത്ത് എഴുതുന്നു. അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ എമൗണ്ട് കൊണ്ടുവന്ന് ഇവിടേക്ക് ഫില്ല് ചെയ്യുക. ക്ലിയർ അല്ലേ?
ഇനി ഈ രണ്ട് ഇൻകം, അതായത് ഇൻട്രസ്റ്റ് ഏൺഡും അതർ ഇൻകം ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ അതപ്പം തന്നെ ഈ ഒരു ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിക്കുക. ക്ലിയർ? ഓക്കെ. ഇനി എക്സ്പെൻഡിച്ചറിൽ വരുന്ന മെയിൻ ഷെഡ്യൂൾസ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്. 3 ഐറ്റംസ് ഉണ്ട്. അതിൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ഇവിടെ ഷെഡ്യൂൾ നമ്പർ ഇല്ല, നോട്ട് ചെയ്യുക. ഇനി ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ മെയിൻ ആയിട്ട് എന്തായിരിക്കും വരിക? ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്ന എമൗണ്ടുകൾ അല്ലേ. ഇപ്പോൾ കസ്റ്റമർ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അത് ബാങ്കിനെ സംബന്ധിച്ച് എന്തായിരിക്കും? എക്സ്പെൻസ് ആണ്. അത് നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ എഴുതും. അങ്ങനെയുള്ള ബാങ്കിൽ നിന്ന് പോകുന്ന ഇൻട്രസ്റ്റുകൾ, ഇപ്പോൾ RBIയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർ ബാങ്ക് ബോറോയിങ്സ് ഒക്കെ ബാങ്കിനുണ്ടെങ്കിൽ അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ നമ്മൾ സാധാരണ P&L അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്ന റെന്റ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്. അതിൽ നമ്മൾ ഷെഡ്യൂൾ നമ്പർ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഷെഡ്യൂളിൽ കാണിക്കുക? പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്ന ഹെഡിൽ കാണിക്കുക. ഇത്രയും ക്ലിയർ അല്ലേ? എന്നിട്ട് എക്സ്പെൻഡിച്ചറും ടോട്ടൽ ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഹെഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ് നമുക്കറിയാം, ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുമ്പോഴാണ് കറന്റ് ഇയറിലെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഇൻകത്തിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ എക്സ്പെൻഡിച്ചറിന്റെ ടോട്ടൽ നമ്മൾ ഇവിടെ എഴുതും. അതായത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ വരുന്ന ഐറ്റംസ് ഷെഡ്യൂൾ വരച്ച് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കും. ആ ടോട്ടൽ ഇവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും. അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കുറെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഷെഡ്യൂൾ വരച്ചിട്ട് ടോട്ടൽ എടുത്തിട്ട് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് എമൗണ്ട് എഴുതും. ഓക്കെ ആണല്ലോ. ഇനി പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസീസ്, പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എമൗണ്ട് കോളത്തിൽ നേരെ എഴുതി വെക്കുക. എക്സ്പെൻഡിച്ചറിന്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇൻകത്തിന്റെ ടോട്ടലും ഉണ്ട്, എക്സ്പെൻഡിച്ചറിന്റെ ടോട്ടലും ഉണ്ടാകും അല്ലേ. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ കിട്ടും. അതായത് കറന്റ് ഇയറിലെ പ്രോഫിറ്റ് കിട്ടി. ഇനി എന്താ ഇവിടെ തന്നിരിക്കുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോഡ് ഫോർവേഡ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ആണ് ഇവിടെ വരേണ്ടത്, ബ്രോഡ് ഫോർവേഡ് ആയിട്ട് വരേണ്ടത്. ഇനി ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു എമൗണ്ട് തന്നിട്ടില്ല എങ്കിലോ നമ്മൾ അവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഇനി 2 പ്രോഫിറ്റും ഉണ്ടെങ്കിൽ ആ 2 പ്രോഫിറ്റിന്റെ ടോട്ടലാണ് ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻസ് ആണ്. ഇവിടെ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് കാണിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫർ ടു അതർ റിസർവ് ഉണ്ട്, ട്രാൻസ്ഫർ ടു പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്, അതുപോലെ ബാലൻസ് ക്യാരി ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഈ അപ്രോപ്രിയേഷനിൽ മെയിൻ ആയിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത് ഓർത്തിരിക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്രോപ്രിയേഷൻ ആയിട്ട് നെറ്റ് പ്രോഫിറ്റിന്റെ കറന്റ് ഇയർ പ്രോഫിറ്റിന്റെ 25% ക്ലിയർ, നമ്മൾ കണ്ടുപിടിക്കുന്ന കറന്റ് ഇയർ പ്രോഫിറ്റ്, ഇവിടെ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റിന്റെ 25% എന്ത് ചെയ്യണം? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് മാറ്റണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, അത് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലേ? ഇനി അതർ റിസർവ്, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ അതർ റിസർവിലേക്ക് ഇത്ര % ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇനി ഈ ഒരു ടോട്ടൽ ഫിഗറിൽ നിന്ന് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്ത എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ആണ് എവിടേക്ക് എഴുതേണ്ടത്? ബാലൻസ് ക്യാരി ഓവർ ടു ബാലൻസ് ഷീറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ P&L അക്കൗണ്ട് ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസിന്റെ ടോട്ടലും അപ്രോപ്രിയേഷന്റെ ടോട്ടലും സെയിം ആയിരിക്കും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഫോർമാറ്റ്. ഓർത്തിരിക്കേണ്ടത് 4 ഹെഡ്: ഇൻകം, എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അപ്രോപ്രിയേഷൻ. ഷെഡ്യൂള് 13 to
16. ഇനി ഇതിൽ ഓരോ ഷെഡ്യൂളിലും എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്പർ 13 ആണ്, ഇൻട്രസ്റ്റ് ഏൺഡ്. അത് നമ്മളിങ്ങനെ 2 എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യുന്നു, കറന്റ് ഇയറും പ്രീവിയസ് ഇയറും. അതിൽ ഷെഡ്യൂൾ 13 മെയിനായിട്ട് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഓർ അഡ്വാൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ബാലൻസ് വിത്ത് RBI ആൻഡ് അതർ ഇന്റർ ബാങ്ക് ഫണ്ട്, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിബേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഒക്കെ ഈ ഒരു ഷെഡ്യൂളിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ അതേഴ്സ്, വേറെ എന്തെങ്കിലും, ഇത് മൂന്നും അല്ലാതെ വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺഡിൽ എഴുതുക, അതിന്റെ ടോട്ടൽ എടുക്കുക. ഈ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടേക്ക് ഫില്ല് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ ഇത്രയും ഐറ്റംസ് ഒന്നും ഇല്ല, ഒരു ഐറ്റമേ ഉള്ളൂ, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഐറ്റം മാത്രം ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷെഡ്യൂൾ വരച്ചിട്ട് ഈ ഒരു ഐറ്റം മാത്രം ഷെഡ്യൂളിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അതിന്റെ ടോട്ടൽ എടുത്ത് ടോട്ടൽ ഫിഗർ ആയിട്ട് ഇവിടെ കൊടുക്കുക. ദെൻ ആ ഫിഗർ P&Lലേക്ക് കൊണ്ട് ഫില്ല് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 14 ആണ്, അതർ ഇൻകം. അതിൽ ഏതൊക്കെ ഐറ്റംസാ വരുന്നത് നോക്കിയേ. കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിന്റെയൊക്കെ താഴെ കണ്ട ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റിൽ നിന്ന് ഇവിടെയും ലോസ് മൈനസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡോ ബിൽഡിങ്ങോ അതെല്ലാം ഉണ്ടെങ്കിൽ അതർ ഇൻകത്തിലാണ് വരേണ്ടത്. അതുപോലെ ലോസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അത് അതർ ഇൻകം ആയിട്ട് എഴുതാം, ലോസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. പിന്നെ ഒരു ഐറ്റം വരുന്നത് ഇൻകം ഏൺഡ് ബൈ വേ ഓഫ് ഡിവിഡൻഡ്, അതുപോലെ മിസ്ലേനിയസ് ഇൻകം. ഇത്ര ഐറ്റംസ് ആണ് അതർ ഇൻകത്തിൽ വരുന്നത്. ഇവിടെയും ടോട്ടൽ ഫിഗർ എടുക്കുക. ഈ ടോട്ടൽ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതർ ഇൻകം എന്ന് പറയുന്ന ഷെഡ്യൂൾ 14 നേരെ എടുത്ത് എഴുതുക. ഇനി അടുത്ത ഷെഡ്യൂളാണ് 15. അത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡിൽ വരുന്ന മെയിൻ ഐറ്റംസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ RBI ഓർ ഇന്റർ ബാങ്ക് ബോറോയിങ്സ്, അതേഴ്സ്. ഇവിടെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡും അതുപോലെ ഇൻട്രസ്റ്റ് ഏൺഡും തമ്മിൽ മാറിപ്പോവരുത്. 13 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഏൺഡും 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡും ആണ് കേട്ടാ. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് മിക്കവർക്കും തെറ്റിപ്പോകുന്ന ഒരു ഐറ്റമാണ്. ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഇൻട്രസ്റ്റ് ഏൺഡിൽ അത് നോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കേണ്ടത്. നമ്മൾ ബാങ്കാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, കസ്റ്റമേഴ്സിന്റെ ഡെപ്പോസിറ്റ്സിന് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അത് ബാങ്കിന് എന്തായിരിക്കും, എക്സ്പെൻസ് അല്ലേ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഇത് പഠിക്കാൻ എളുപ്പമാണ്. എല്ലാ P&L അക്കൗണ്ടിലും വരുന്ന മെയിൻ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതെല്ലാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ എഴുതുക. അതായത് റെന്റ്, ടാക്സ്, പേയ്മെന്റ് ടു എംപ്ലോയീസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെന്റ്, ഓഡിറ്റേഴ്സ് ഫീസ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. ഇവിടെ കുറേ എക്സ്പെൻസസ് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് എവിടെയാണ് വരുന്നത് എന്ന് അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിലേക്ക് അത് എഴുതാട്ടാ. പ്രോഫിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത്രയും ഐറ്റംസ് ഷെഡ്യൂൾ വൈസ് നമ്മൾ പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.